പ്രൈസ് ദി ലോർഡ്. സയോൻ ഫയർ മിനിസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന വേഴ്സവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കേൾക്കുന്ന ഈ വചനം നിങ്ങളുടെ വേദനയ്ക്ക് വളരെ തണലായി, നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടിൽ നിന്നും നിങ്ങളെ വിടുവിക്കുന്നവരായി, നിങ്ങൾക്ക് വേണ്ടി നല്ല ആശ്വാസം പകരുന്നവരായി, നല്ല വിടുതൽ പകരുന്നവരായി ഇത് മാറാൻ പോകുകയാണ്. സിസ്റ്റർ മേഴ്സി നിങ്ങൾക്ക് വേണ്ടി പറയുന്ന വചനം നിങ്ങളിന്ന് വളരെ ബലപ്പെടുത്താൻ പോകുന്നെന്ന് ഞാൻ പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വേഴ്സ് ഓഫ് ഫയർ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും കർത്താവ് യേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. വീണ്ടും വചനമായി നിൽക്കുവാൻ ദൈവത്തിന്റെ ആത്മ വിടിയാക്കുന്ന എല്ലാ കൃപകൾക്കുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം തീർച്ചയായും ദൈവത്തിന്റെ വിടുതലിന്റെ ദിവസം അത്രയാകിയാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് തീർച്ചയായും ഇറങ്ങി വരും. നിങ്ങൾക്ക് ആശ്വാസമായി, നിങ്ങളുടെ വിഷയങ്ങൾക്ക് വിടുതലായി തീരുവാൻ, കേൾക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹമായി തീരുവാൻ ദൈവാത്മാ സഹായിക്കട്ടെ. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്ന വചനത്തിലേക്ക് പ്രവേശിക്കുന്നു. പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം വായിക്കുന്നു. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താവിലും അവൻ്റെ വെല്ലിട്ടുകൊള്ളുവിൻ. നമുക്കെവർക്ക് വളരെ സുപരിചിതമായ ഒരു വാക്യഭാഗമാണ് വായിച്ചു കേട്ടത്. ആമേൻ. പത്രോസിന്റെ ലേഖനത്തിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, തൻ്റെ ജീവിത അനുഭവ സമ്പത്ത് കൊണ്ട് താൻ എഴുതിയ ലേഖനങ്ങൾ 1-2 ലേഖനങ്ങളായി ഇവിടെ തിരിച്ചിരിക്കുന്നത്. ആമേൻ. ഈ ലേഖനത്തിൽ പത്രോസ് പറയുന്നത്, ഈ വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ക്രിസ്തുവിനോട് കൂടെ നടന്ന് യേശുവിൻ്റെ ദർശനങ്ങൾ അപ്പാടെ തൻ്റെ ജീവിത അനുഭവങ്ങളാക്കിയ പത്രോസിന് പറയുവാനുള്ളത്, യേശുവിനോട് കൂടെ നടന്നാൽ, അവൻ്റെ ചട്ടങ്ങൾ പ്രമാണിച്ചാൽ, അവൻ്റെ കൂടെയുള്ള ജീവിതയാത്രയിൽ ഒരിക്കലും പരാജയപ്പെട്ടു പോകത്തില്ല. ആമേൻ. ഹല്ലേലൂയ. ഇന്നലെ വരെ കാണാത്തത് അവൻ ഇന്ന് വെളിപ്പെടുത്തുമെന്നുള്ള ആഴങ്ങളിലേക്ക് പത്രോസ് നമ്മുടെ ശ്രദ്ധയെ തിരിച്ചുവിടുന്നേ. ഇന്ന് പകൽക്കാലം വളരെ പ്രതീക്ഷയോടെ നിങ്ങൾ ആയിരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിന് നിങ്ങളുടെ ആത്മമണ്ഡലത്തിൽ പുതുജീവൻ പകരുവാൻ കഴിയും. ഇതുവരെ അസാധ്യതകളൊക്കെ മുമ്പിൽ കാണുന്ന മണ്ഡലങ്ങളിൽ ഇനി സാധ്യതകൾ മുമ്പിലുണ്ട്. ദൈവത്തിൻ്റെ ജനമേ, പലപ്പോഴും നാം പതറിപ്പോകുന്നവരാ. ദൈനംദിന ജീവിതയാത്രയിൽ പലതിനെ ചൊല്ലി നമ്മൾ ഭാരപ്പെടുന്നവരൊക്കെയാണ്, ഇല്ലേ? ആ സത്യം ആഴമായി അറിഞ്ഞ പത്രോസ് നമ്മളോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. ഭാരപ്പെടേണ്ട കാര്യങ്ങളില്ല, കാരണം അവൻ നമ്മോട് കൂടെ ഉള്ളതുകൊണ്ട് എല്ലാ വിഷയത്തിൻ്റെ മധ്യത്തിലും സകല ചിന്താകുലവും സകല ഭാരങ്ങളും അവൻ്റെ കരങ്ങൾ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവൻ നമ്മളെ നടത്തുകയും പോറ്റുകയും പുലർത്തുകയും കരുതുകയും ഒക്കെ ചെയ്യുന്ന ദൈവം. നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങൾക്കും നമ്മുടെ ചിന്താമണ്ഡലങ്ങൾക്കൊക്കെ അപ്പുറമാണ് ദൈവത്തിൻ്റെ കരുതലുകൾ. ദൈവത്തിൻ്റെ പൈതലെ പലപ്പോഴും ദൈവത്തിൻ്റെ കരുതൽ നാം മറക്കുന്നത് കൊണ്ട് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നാം പിന്മാറിപ്പോകുമ്പോഴൊക്കെയാണ് ദൈവത്തിൻ്റെ കരുതലുകൾ, അല്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം എന്നുള്ള സത്യം നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നത് കൊണ്ട് പലതും പ്രാപിക്കുവാൻ നമുക്ക് കഴിയാതിരിക്കുന്നത്. എന്നാൽ ദൈവവചനം പഠിപ്പിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, അവൻ എല്ലാം നമുക്ക് വേണ്ടി കരുതിയിട്ടാണ് നമ്മെ ഈ ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. നാം പലപ്പോഴും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും നമ്മൾ പതറിപ്പോകുന്നവർ. എന്നാൽ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിച്ചേൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അറിയാത്ത വഴികൾ ദൈവം നമുക്ക് വേണ്ടി തുറക്കും. അതുകൊണ്ടല്ലേ കർത്താവ് യേശു ക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്നത്, മുന്നവേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. കാരണം എന്തെന്നറിയാമോ? നമ്മൾ ഈ ലോകത്തിലെ ചില നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ആത്മീക വിഷയങ്ങൾക്ക് ദൈവത്തോട് നാം യാചിക്കുന്നവരാണെങ്കിൽ ഈ ലോകത്തിൽ ഒന്നിനും നമ്മൾ വ്യാകുലപ്പെടേണ്ടതായിട്ടില്ലെന്നാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. എന്നാൽ നാം പലപ്പോഴും ഈ ലോകത്തിലെ ചില വിഷയങ്ങളുടെ മധ്യത്തിൽ പതറിപ്പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വേണ്ട നന്മകൾ പ്രാപിക്കുവാൻ കഴിയുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുന്നത് ആത്മമണ്ഡലത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ സകലവും തരുവാൻ ശക്തനാണ്. ഇത് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് ദൈവത്തിൻ്റെ മക്കളെ. കാരണം ദൈവത്തിൻ്റെ വചനം അത് പ്രാക്ടിക്കലാക്കി തീർക്കുവാൻ കഴിയുന്ന അനുഭവമാണ്. നമ്മുടെ വിശ്വാസ മണ്ഡലത്തിൽ കൂടെ വെളിപ്പെട്ട് വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം വിശ്വാസത്തിൽ കൂടെ നാം ഏറ്റെടുക്കുമ്പോൾ അത് പ്രാക്ടിക്കൽ ലെവലിലായി തിരികെ ദൈവത്തിൻ്റെ വചനം. കാരണം ദൈവവചനം നമുക്ക് മുമ്പടിയായി കടന്നുപോകും. നിങ്ങളുടെ ഭാരങ്ങൾ വേദനകളൊക്കെ കർത്താവ് അറിയുന്നു. നിങ്ങളുടെ സാമ്പത്തിക പരാജയങ്ങൾ, ആത്മമണ്ഡലത്തിൽ നിങ്ങൾക്ക് വളരുവാൻ കഴിയാത്ത അനുഭവങ്ങളൊക്കെ ദൈവം അറിയാതെയല്ല. അതുകൊണ്ട് സകല വ്യാകുലങ്ങളും സകല ചിന്താകുലങ്ങളും ഒരുപക്ഷെ പരാജയമാകാം നിങ്ങൾ പലപ്പോഴും ഫേസ് ചെയ്യുന്നത്. ഇതുവരെ ജീവിതത്തിലൊക്കെ പരാജയമാണോ നിങ്ങൾ കണ്ടിരിക്കുന്നത്? എന്നാൽ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ സകല വഴികളെയും മാറ്റിമറിച്ച് നിങ്ങളെ ജയത്തിലേക്ക് നടത്തുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, ഓരോ ദിവസവും നമ്മൾ പല വിഷയങ്ങൾ അഭിമുഖീകരിക്കുന്നവരാ, പല ചിന്തകളുടെ പല അനുഭവങ്ങൾ കൂടെ നമ്മൾ കടന്നു പോകുന്നവരാ. എല്ലാ മനുഷ്യരും വ്യത്യസ്ത അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നവരാ. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തൻ അറിയാം, ഞാനിന്ന് കടന്നു പോകുന്ന വഴികൾ അത് പരാജയത്തിലല്ല, അത് ജയത്തിലേക്കുള്ള വഴികളാണ്.
ഹല്ലേലൂയ. ആമേൻ. ഒരുപക്ഷെ ഇതുവരെ നിങ്ങൾ ചിന്തിക്കുന്നതൊക്കെ, ആമേൻ, നിങ്ങളുടെ പ്രതീക്ഷകളൊക്കെ, ആമേൻ, അസ്ഥാനത്താണോ എന്ന് പകൽ നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ, എന്നാൽ വഴിയെ മാറ്റി വിടുവാൻ ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ദൈവത്തിന്റെ വചനമാണ് ആമേൻ നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമെങ്കിൽ ഒരിക്കലും നാം പതറിപ്പോകത്തില്ല ദൈവത്തിന്റെ മക്കളെ. ഹല്ലേലൂയ. നമ്മളെ തോൽപ്പിച്ച് കളയുവാൻ, നമ്മളെ പരാജയപ്പെടുത്തി കളയുവാൻ പിശാച് വളരെ ശക്തനായി മുന്നേറുവെന്ന് ആമേൻ നമ്മുടെ ബുദ്ധിമണ്ഡലം വിളിച്ചു പറഞ്ഞാലും നമ്മുടെ ആത്മീക മനുഷ്യൻ ഒന്നറിയാം, ആമേൻ, ഞാൻ പരാജയപ്പെട്ടവന്റെ കൂട്ടത്തിലല്ല, ഞാൻ ജയിച്ച്, ആമേൻ, ഹല്ലേലൂയ, ഇന്നും ജയിച്ച്, ആമേൻ, എനിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്തെന്നേക്കുമായി ആമേൻ ജയോത്സവം കണ്ടെത്തിയ ഒരു ദൈവം എന്നോടൊപ്പം ഉള്ളത് കൊണ്ട് ഞാൻ കടന്നു പോകുന്ന വഴികളൊന്നും പരാജയത്തിലേക്കല്ല. ആമേൻ. ഇവിടെ പത്രോസ് വിളിച്ചു പറയുകയാണ്, ആമേൻ, നിങ്ങൾക്കായി കരുതുന്നൊരു ദൈവമുണ്ട്. ഈ ദൈവത്തെ പൂർണ്ണമായി ആമേൻ ആത്മമണ്ഡലത്തിലൊന്ന് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ കടന്നു പോകുന്ന വഴികളൊക്കെ ഇനി പരാജയമല്ല. ആമേൻ. വ്യത്യസ്ത നിലകളിൽ ഭാരത്തോടായിരിക്കുന്ന വ്യക്തി ജീവിതമാണോ നിങ്ങളുടെ തലമുറയെ നോക്കി നിങ്ങൾ ഭാരപ്പെടുന്ന അനുഭവമൊക്കെ ആണെങ്കിൽ, ആമേൻ, പരിശുദ്ധാത്മാവിൽ ഈ ഭക്തൻ വിളിച്ചു പറയുക, ആമേൻ, നമ്മോട് ഓരോരുത്തരോടും സംസാരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ് ഈ ആമേൻ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ഭാരങ്ങളൊക്കെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അവൻ നമ്മെ തീർച്ചയായും മാനിക്കുന്ന ദൈവമാണ്. ആമേൻ. അതിനോടനുബന്ധിച്ച് ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശുക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുകയാണ്, പലതിനെ ചൊല്ലി ഭാരപ്പെടുവാൻ സാധ്യതകളുള്ള, ആമേൻ, ഹല്ലേലൂയ, മാനുഷിക അവസ്ഥയെ നോക്കി യേശുക്രിസ്തു തന്നെ ആത്മാവിൽ വിളിച്ചു പറഞ്ഞിരിക്കുന്ന വാക്യശകലങ്ങൾ, ആമേൻ, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം, ആമേൻ, അതിന് 25 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തു തിന്നും എന്തു കുടിക്കുമെന്ന് നിങ്ങൾ ജീവനായിക്കൊണ്ടും എന്തുടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും നിങ്ങൾ വിചാരപ്പെടരുത്. നോക്കിയാൽ കർത്താവ് തന്നെ യേശുക്രിസ്തുവിനെ അറിയാം നാം ഓരോരുത്തരും വിചാരപ്പെടുവാൻ നമ്മുടെ മുമ്പിൽ സാധ്യതകളുണ്ട്. ഹല്ലേലൂയ. യേശു തന്നെ ആമേൻ ആ സാധ്യതകൾ കണ്ടുകൊണ്ട് യേശു പറയുക, ആമേൻ, നമ്മൾ വ്യാകുലപ്പെടുമെന്നും നമ്മൾ വിചാരപ്പെടുമെന്നും, ആമേൻ, നമ്മളെ കരുതുവാൻ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമ്മുടെ മനുഷ്യ ഹൃദയത്തിൽ ചിന്തിച്ച് വ്യാകുലപ്പെടുമെന്ന് യേശുവിന് അറിയാമായതുകൊണ്ട് യേശു പറയുക, ഇതൊക്കെ ചിന്തിച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഒന്നും പ്രാപിക്കാൻ കഴിയത്തില്ല. എന്നാൽ യേശുവിലുള്ള ആഴമായ വിശ്വാസത്തിന് മാത്രമേ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുക, എന്തോ ഉടുക്കും എന്ത് തിന്നും ഇതൊക്കെ ജാതികൾ അന്വേഷിക്കുമ്പോൾ യേശുവിന് വേണ്ടി ജീവിതം ഉഴിഞ്ഞുവെച്ച തൻ്റെ ഭക്തന്മാരുടെ ജീവിതത്തിൽ, യേശുവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന തൻ്റെ ഭക്തന്മാരുടെ ജീവിതത്തിൽ അവനെല്ലാം തക്ക സമയത്തിൽ നമുക്ക് വേണ്ടി നൽകി തരുന്ന ദൈവമാണ്. അവിടെ പറവയോടൊക്കെ ആമേൻ സ്തോത്രം ഉപമിച്ചിരിക്കുന്ന അനുഭവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. താമര എങ്ങനെ വളരുന്നു, ആമേൻ, ആകാശത്തിലെ പറവകളെ നോക്കുവിൻ എന്നൊക്കെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഉദ്ദേശം എന്തെന്ന് ചോദിച്ചാൽ, ആമേൻ, പറവകൾ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ബുദ്ധിമണ്ഡലത്തിൽ ചിന്തിക്കുവാൻ അതിന് കഴിവില്ലെങ്കിലും അതിനെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്, അവനെ നിർമ്മിച്ച ഒരു സൃഷ്ടിതാവുണ്ട്. ആ സൃഷ്ടിതാവിന് അറിയാം ഈ പറവയ്ക്ക് അല്ലെങ്കിൽ ഈ ജീവിക്ക് എന്തൊക്കെയാ കൊടുത്തു പുലർത്തേണ്ടത്. ആമേൻ. എന്നാൽ ആമേൻ ആ വാക്യങ്ങൾ നമ്മൾ 6-ാം അധ്യായം താഴോട്ട് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അതിൽ വിശേഷതയുള്ള മനുഷ്യന്റെ പ്രത്യേകത അവിടെ പ്രത്യേകം വ്യക്തമായി എഴുതി കാണിച്ചിട്ടുണ്ട്. കാരണം ആമേൻ ആമേൻ പറവയും താമരയും ഒക്കെ പുലരുന്നതായി നമുക്ക് കാണാൻ കഴിയുമ്പോൾ അതിൽ വിശേഷതയുള്ള മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം തരാതിരിക്കുമോ, നന്മ നൽകാതിരിക്കുമോ? ഹല്ലേലൂയ. എന്നാൽ നാം ശരിക്കും അപേക്ഷിക്കാത്തതുകൊണ്ടൊക്കെയാ, ദൈവസന്നിധി വിട്ട് മാറിപ്പോകുന്നതുകൊണ്ടൊക്കെയാ, അല്ലെങ്കിൽ ദൈവത്തിലുള്ള ആഴമായ വിശ്വാസം പലപ്പോഴും നമുക്ക് പ്രാപിക്കുവാൻ കഴിയാതിരിക്കുമ്പോഴൊക്കെയാ ഈ നന്മ ദൈവത്തിൽ നിന്നുള്ള നമുക്ക് നേരിട്ട് പ്രാപിക്കുവാൻ കഴിയാത്ത. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഈ വിശേഷത കുറഞ്ഞ ഈ ജീവികളെ അല്ലെങ്കിൽ താമരയെ, വയലിലെ പൂവിനെ, താമരയൊക്കെ ദൈവം പുലർത്തുന്നുണ്ട്, ഇല്ലേ? ആമേൻ. സ്തോത്രം. എന്നാൽ എന്തുകൊണ്ടാ ദൈവത്തിന്റെ വചനം നമ്മുടെ കരങ്ങളിൽ തന്നിരിക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയാതിരിക്കുന്നേ? ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനമാ ആഴമായി ക്രിയ ചെയ്യുന്നേ, ദൈവത്തിന്റെ വചനമാ ആഴമായ വിശ്വാസത്തിലേക്ക് നമ്മളെ നടത്തുന്നേ. ആഴമായ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ച് വേർതിരിക്കുന്ന ഒരു ദൈവമുണ്ട്. എഫേസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് വിളിച്ചു പറഞ്ഞതുപോലെ, ആമേൻ, ഇല്ലാത്തതിനെയും മരിച്ചതിനെയും ഒക്കെ പുതിയതായി നിർമ്മിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇതുവരെ സൃഷ്ടിച്ചിട്ടില്ലാത്തതിനെ പുതുതായി സൃഷ്ടിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം എനിക്കുണ്ടെന്ന് ആഴമായി വിശ്വസിച്ചാൽ ഒരിക്കലും ഞാൻ പരാജയപ്പെട്ടു പോകാൻ സാധ്യതയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. കാരണം ആമേൻ പലതിനെ ചൊല്ലി നിങ്ങൾ ഭാരപ്പെടുമ്പോൾ ഈ ദൈവത്തിന് എൻ്റെ ജീവിതത്തിലെല്ലാം തരുവാൻ ശക്തിയുള്ള ദൈവമാണെന്ന് ആമേൻ ആത്മമണ്ഡലത്തിൽ ഏറ്റെടുക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ നാം പരാജയപ്പെട്ടു പോകത്തില്ല. ഹല്ലേലൂയ. ഒരുപക്ഷെ തലമുറയെ പറ്റിയുള്ള ആമേൻ വിചാരങ്ങൾ, ചിന്താക്കുഴപ്പങ്ങളൊക്കെയാണോ നിങ്ങളെ ഭരിക്കുന്നേ? നിങ്ങളുടെ കുടുംബജീവിതത്തെ പറ്റിയുള്ള പ്രശ്നങ്ങളാണോ ആമേൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പരാജയത്തിലേക്ക് നിങ്ങളെ നടത്തുന്നേ? എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആമേൻ, ഒന്നിനെ പറ്റി വിചാരപ്പെടേണ്ട. ഈ വിഷയങ്ങളൊക്കെ അവന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അവൻ നിന്നെ പോറ്റുന്ന ദൈവമാ. അവൻ കർത്താവിനറിയാം ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാ വേണ്ടേ. കാരണം അവൻ നമ്മെ സൃഷ്ടിച്ച ദൈവമായതുകൊണ്ട്, അവൻ നമ്മെ സൃഷ്ടിച്ച അവൻ കർത്താവായതുകൊണ്ട്, നമ്മുടെ സൃഷ്ടിതാവായതുകൊണ്ട് സകല
കാര്യങ്ങളും അവൻ നന്നായി നമുക്ക് വേണ്ടി ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ആമേൻ, ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് ബലപ്പെടുവാൻ കഴിയുമെങ്കിൽ, ഈ വചനങ്ങൾ ആഴമായി വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തെ വഴി മാറ്റിവിട്ട് ആമേൻ വിജയത്തിലേക്ക് നടത്തുവാൻ ഈ നല്ല കർത്താവിന് കഴിയും. ആമേൻ. 6-ാം അധ്യായം നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ, അതിൻ്റെ 33-ാം വാക്യം വായിക്കുമ്പോൾ, മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. നോക്കിക്കേ, ആ 6-ാം അധ്യായം കൺക്ലൂഡ് ചെയ്ത് എഴുതുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ആ വാക്യം നമ്മൾ ആമേൻ കണ്ടു കഴിയുമ്പോൾ നമുക്ക് യേശുവിലുള്ള ആഴമായ വിശ്വാസം ഒന്നുകൂടെ അത് ഡീപ്പായി തിരികെ ഒന്നുകൂടെ യേശുവിലുള്ള ആ വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലുവാൻ കഴിയും. കാരണം അതിന് മുമ്പിലുള്ള വാക്യങ്ങളിലൊക്കെ വായിച്ചത് അവൻ നമുക്ക് വേണ്ടി കരുതും. ചിന്താകുലങ്ങളൊക്കെ മാറ്റിവെച്ച് അവൻ അവരിൽ ഒന്നുകൂടെ വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥകളൊക്കെ മാറ്റുമെന്ന് പറഞ്ഞിട്ട് അവസാന വാക്യത്തിൽ എഴുതി നിർത്തുകയാണ്. ആമേൻ, ഹല്ലേലൂയ. മുന്നവേ അവന്റെ രാജ്യവും നീതിയും, എന്തുവാ രാജ്യവും നീതിയും? ഹല്ലേലൂയ. കർത്താവ് യേശുക്രിസ്തുവിന്റെ ആമേൻ ലോകത്തിൽ താൻ ആയിരുന്ന സമയത്ത് യേശുക്രിസ്തുവിന്റെ പ്രസംഗ വിഷയം എന്തെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, ദൈവരാജ്യമായിരുന്നു. ദൈവരാജ്യത്തെ പറ്റിയ ആമേൻ യേശുക്രിസ്തു കൂടുതലായി പ്രസംഗിച്ച് തന്റെ ശിഷ്യന്മാരോടൊക്കെ ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ പറ്റിയ ആമേൻ ആമേൻ കർത്താവ് പറഞ്ഞു കൊടുത്തേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പുതിയ നിയമ ഇസ്രായേലായ ആമേൻ നമ്മോടും കർത്താവിന് പറയുവാനുള്ളത്, ഈ ലോകത്തെ പറ്റിയില്ല, ലോകത്തിലെ താൽക്കാലിക നന്മകളെ ഓർത്തല്ല നിങ്ങൾ വ്യാകുലപ്പെടേണ്ടേ. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങൾ ആമേൻ ആഴങ്ങളെ പറ്റിയൊക്കെ ആമേൻ നിങ്ങൾക്ക് വിചാരമുണ്ടെങ്കിൽ സ്തോത്രം, ഒരിക്കലും ഈ ലോകത്തെ പറ്റി, ലോകത്തിലെ ആമേൻ നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ നശിച്ചു പോകുന്ന പെട്ടെന്ന് കഴിഞ്ഞു പോകുന്ന വിഷയങ്ങളെപ്പറ്റി നിങ്ങൾ പതറിപ്പോകുവാൻ സംഗതിയില്ല. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ആമേൻ നമ്മൾ പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടേ, അല്ലെങ്കിൽ ഒന്നാമതായി നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടേ ദൈവരാജ്യത്തെ പറ്റിയ, ആമേൻ സുവിശേഷത്തെ പറ്റിയ, ക്രിസ്തുവിനെ പറ്റിയ. ആമേൻ. ഇതൊക്കെ ആമേൻ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ആമേൻ നമ്മുടെ പ്രവൃത്തിപഥത്തിൽ എത്തിക്കുകയാണെങ്കിൽ ഒരിക്കലും ലോകത്തിലുള്ള ചില മെറ്റീരിയലായിട്ടുള്ള അല്ലെങ്കിൽ ഹല്ലേലൂയ നശിച്ചു പോകുന്നതായിട്ടുള്ള ചില ആമേൻ പ്രത്യേക വിഷയങ്ങളുടെ മുമ്പിൽ നമ്മൾ പതറിപ്പോകത്തില്ല. ആമേൻ, ഹല്ലേലൂയ. മുമ്പേ യേശുവിനെ തേടുവാൻ പറ്റുമോ? ദൈവത്തിന്റെ വചനം അംഗീകരിക്കുവാനും അനുസരിപ്പാനും നമുക്ക് കഴിയുമെങ്കിൽ നമ്മൾ ഒന്നിലും പതറിപ്പോകത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ വിചാരപ്പെടേണ്ട എല്ലാ ഭാരവും എൻ്റെ മേലിട്ടുകൊള്ളുവിൻ. ആമേൻ. ഒരു പക്ഷേ നമുക്ക് പോലും വഹിക്കുവാൻ കഴിയാത്ത ഭാരവുമായിട്ടായിരിക്കാം ഓരോ ദിവസം നാം ജീവിക്കുന്നത്. എന്നാൽ കർത്താവ് തന്നെ വേറെ ഒരാളുടെ തിരുവായ്മൊഴിഞ്ഞുള്ള വാക്യങ്ങളല്ല നമ്മൾ ഈ കേൾക്കുന്നത്. ഹല്ലേലൂയ. യേശുക്രിസ്തു തന്നെ നമ്മളോട് സംസാരിക്കുകയാ. അവൻ നിന്റെ ഭാരം എൻ്റെ മേലിട്ടുകൊള്ളുക. ഒരു വ്യക്തി നമ്മുടെ ലോകത്തിൽ ആരും പറഞ്ഞിട്ടില്ല, അവൻ നിന്റെ ഭാരം ഞാൻ ചുമന്നുകൊള്ളാം, നിന്നെ ഞാൻ വഹിച്ചുകൊള്ളാം. ഹല്ലേലൂയ. എന്നാൽ ഈ വാക്യങ്ങളൊക്കെ നമ്മുടെ കരങ്ങളിൽ ഉണ്ടെങ്കിലും, നമ്മുടെ ആത്മമണ്ഡലത്തിൽ ഉണ്ടെങ്കിലും നാം പലപ്പോഴും ഇതൊക്കെ മറന്നു പോകുന്നവരാ. നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ വളരെ വലുതായി നമ്മുടെ മുമ്പിൽ കാണുമ്പോൾ ആമേൻ ഹല്ലേലൂയ കർത്താവിൽ നിന്ന് പലപ്പോഴും പലതും പ്രാപിക്കാൻ കഴിയത്തില്ല. എന്നാൽ ആമേൻ യേശുവിലുള്ള ആഴമായ വിശ്വാസത്തിന് നമ്മുടെ ഗതിയെ മാറ്റുവാൻ കഴിയും. ആമേൻ ഹല്ലേലൂയ. നിങ്ങളുടെ ഭാരങ്ങളെ അവൻ ചുമക്കാമെന്ന് പറഞ്ഞിട്ടുള്ളപ്പോൾ നിങ്ങൾ വ്യാകുലപ്പെടേണ്ടവരല്ല. കാരണം നമ്മെ നിർമ്മിച്ച ദൈവമാ. ആമേൻ നമുക്ക് സകലവും നൽകി തരാമെന്ന് കൽപ്പിച്ച കർത്താവ് പറഞ്ഞിരിക്കുന്നേ. ആമേൻ ഭാരങ്ങളെല്ലാം എൻ്റെ മേലിൽ ഇട്ടുകൊള്ളുവാൻ. ആമേൻ. എന്നാൽ പലപ്പോഴും നാം ആ വാക്യങ്ങൾ ആമേൻ ദൈവിക വചനങ്ങൾ വളരെ നിസ്സാരമായി കാണുന്നത് കൊണ്ട് ആ വാക്യങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത് അർത്ഥപ്രാപ്തിയിൽ എത്തിച്ചേരുന്നില്ല. സ്തോത്രം. പ്രാപിക്കുവാൻ കഴിയാത്തത് ആമേൻ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ദൈവത്തിലുള്ള വിശ്വാസം നമുക്ക് ചോർന്നു പോയിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ ദൈവത്തിന്റെ വചനമാ ആഴമായ വിശ്വാസത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നേ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തോട് നാം എങ്ങനെ പ്രതികരിക്കുന്നുവോ അങ്ങനെ തിരിച്ചും ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുന്നേ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ ദൈവത്തിന്റെ വചനത്തിന് സ്ഥാനം കൊടുത്തിട്ടില്ലെങ്കിൽ ദൈവത്തോട് പറ, കർത്താവേ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നിറയ്ക്കണമേ. കാരണം ഈ വചനമാ നമ്മൾ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. പല വിഷയങ്ങളാൽ നിങ്ങൾ പതറി നിൽക്കുന്ന വ്യക്തി ജീവിതമാണെങ്കിൽ ദൈവത്തിന്റെ വചനം ഏറ്റെടുത്താൽ ആമേൻ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യും. ഹല്ലേലൂയ. പത്രോസ് തന്റെ ജീവിത അനുഭവത്തിൽ നിന്നും ആമേൻ എഴുതിയിരിക്കുന്ന ഈ 5-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഹല്ലേലൂയ ജീവിതത്തിലെ അധ്വാനത്തിന്റെ മധ്യത്തിൽ അല്ലെങ്കിൽ തന്റെ അധ്വാനം കൊണ്ടെല്ലാം നേടാമെന്നൊക്കെയുള്ള ഒരു ചിന്താ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് അവൻ പത്രോസ് പറയുക, അവൻ രാത്രിയിൽ അധ്വാനിച്ചിട്ട് അവൻ പലപ്പോഴും അവൻ ഹല്ലേലൂയ കഴിഞ്ഞ രാത്രി വരെ ഒരു നിറവോടെ മടങ്ങിപ്പോയിട്ടുണ്ട്. എന്നാൽ ഈ രാത്രിയിൽ മാത്രം തികച്ചും വ്യത്യസ്തമായി എന്തൊക്കെയോ സംഭവിച്ചു പോയി. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് ഇവിടെ പറയുക, നീ ആഴിയുടെ ആഴങ്ങളിലേക്കൊന്ന് വല വീശി നോക്കിക്കേ. ഹല്ലേലൂയ. ശീമോൻ പത്രോസേ, അവൻ നിന്റെ ജീവിത അനുഭവങ്ങളെ മാറ്റുവാൻ, അവൻ നഷ്ടപ്പെട്ടു പോയ നന്മ
നിന്റെ കരത്തിൽ ഇരട്ടിയായി മടക്കി തരുവാൻ അമേൻ കർത്താവ് ആഗ്രഹിക്കുന്നത് കൊണ്ട് ദൈവ ശബ്ദം ഒന്ന് കേൾക്കുവാൻ അമേൻ യേശു പത്രോസിനെ മാടി വിളിക്കുന്ന അനുഭവം നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ അമേൻ ശീമോന്റെ മറുപടി എന്തെന്ന് ചോദിച്ചാൽ, നാഥ രാത്രി മുഴുവൻ അധ്വാനിച്ചു. ഹല്ലേലൂയ, ഒത്തിരി അധ്വാനിച്ചു. അമേൻ വിശ്രമമില്ലാത്ത അധ്വാനം അമേൻ കഴിഞ്ഞ രാത്രി മുഴുവൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ഹല്ലേലൂയ, എൻ്റെ പ്രതീക്ഷയൊക്കെ മാറിപ്പോയി. ഹല്ലേലൂയ, എന്നാൽ സ്തോത്രം, ഞാൻ നിൽക്കുന്നത് ശൂന്യതയില്ല, ഒന്നും പ്രാപിക്കാത്ത അനുഭവത്തില്ല. ഹല്ലേലൂയ, എൻ്റെ പശ്ചാത്തലം നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അമേൻ അതുവരെ ചിലത് പ്രാപിച്ച് മടങ്ങിപ്പോയ പത്രോസിന്റെ ജീവിതത്തിൽ അന്നൊന്നും ലഭിക്കാത്ത രാത്രി. ഹല്ലേലൂയ, ഒരുപക്ഷെ കഴിഞ്ഞ നാളുകളിൽ അധ്വാനിച്ച വ്യക്തി ജീവിതങ്ങളായിരിക്കാം അമേൻ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ളത്, ദൈവ ശബ്ദം കേട്ട് ആഴിയുടെ ആഴങ്ങളിലേക്ക് വല ഇറക്കുവാൻ ആമേൻ ദൈവത്തിന്റെ ആത്മാവ് പത്രോസിനെ ആഹ്വാനം ചെയ്തതുപോലെ ആമേൻ ദൈവ ശബ്ദത്തിന്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ ആമേൻ പത്രോസിന്റെ അധ്വാനങ്ങൾ ഹല്ലേലൂയ ആമേൻ ഒരു നന്മയും കൊടുക്കാതിരുന്നിട്ടും ആമേൻ യേശു പറയുക, അല്ലയോ പത്രോസേ, ഇനി എൻ്റെ വാക്കിനൊന്ന് വല ഇറക്കിക്കേ. ആമേൻ അതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ, ആമേൻ കഴിഞ്ഞ രാത്രി വരെ സ്വന്തം അധ്വാനം, സ്വന്തം ശക്തി, സ്വന്തം ബുദ്ധിയൊക്കെ പ്രയോഗിച്ച് അവൻ ശീമോനെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ, എന്നാൽ തികച്ചും വ്യത്യസ്തമായി കർത്താവ് അവനെ വാസ്തവമായി ഒന്ന് കണ്ടു. യേശു അവൻ്റെ അടുത്തൊന്ന് ഇറങ്ങി വന്നു. അവൻ്റെ ആത്മമണ്ഡലത്തെ അല്ലെ അവൻ്റെ മനസ്സിനെ യഥാർത്ഥമായി യേശു ഒന്ന് മനസ്സിലാക്കിയപ്പോൾ യേശുവിനെ ഒന്നറിയാൻ കഴിഞ്ഞു. ഇവന്റെ പരിശ്രമങ്ങൾ കൊണ്ട് ഇവന്റെ ചിന്താകുലത്തെ മാറ്റുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, ഇവന്റെ ഭാരമേറിയ വിഷയത്തിന് മുമ്പിൽ ഇവന്റെ അധ്വാനം ഒരു മറുപടിയായി തീരത്തില്ല. ഒരുപക്ഷെ ജോലികൾക്ക് അനേക ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത വ്യക്തിയാകാം, ടെസ്റ്റുകളൊക്കെ എഴുതിയ വ്യക്തിയാകാം. ഇതുവരെ ഒന്നും പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ളത്, ഹല്ലേലൂയ, താങ്കളുടെ അധ്വാനത്തിന് ഇതുവരെ നന്മ പ്രാപിച്ചെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന് പറയുവാൻ കഴിയുന്നത്, ദൈവത്തിന്റെ വചനമാകുന്ന ആഴത്തിലേക്കൊന്ന് വല വീശുവാൻ തയ്യാറുണ്ടോ? ഹല്ലേലൂയ, ദൈവം നിന്റെ അടുത്തിറങ്ങി വരും. തീർച്ചയായിട്ടും ദൈവത്തിന്റെ വചനമാകുന്ന ആഴത്തിലേക്ക് ഇറങ്ങുവാൻ കഴിയുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വചനം അപ്പാടെ വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ നിന്റെ ഭാവിക്ക് നന്മ നൽകുവാൻ ദൈവം വഴി തെളിയിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. എന്ത് നിരാശ നിറഞ്ഞൊരു മറുപടി അവിടെ പത്രോസ് ഉന്നയിക്കുന്നില്ലേ? ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല വിഷയങ്ങളുടെ മറുപടി ഇതായിരിക്കും. വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നു, വർഷങ്ങളായി ഉപവസിക്കുന്നു, ഹല്ലേലൂയ, വർഷങ്ങളായി വാഗ്ദത്തം ജീവിതത്തിലുണ്ടെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയുക, ഹല്ലേലൂയ, ആഴത്തിലേക്കൊന്ന് വല വീശാൻ പറ്റുമോ? വല ഇറക്കാൻ പറ്റുമോ? ഹല്ലേലൂയ, ഇതുവരെ ഹല്ലേലൂയ അധ്വാനങ്ങളൊക്കെ വ്യർത്ഥമായി പോയില്ലേ? ചിന്താഭാരങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അലയടിച്ച് ഇതുവരെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയില്ലേ? എന്നാൽ ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ളത്, ദൈവ ശബ്ദം, ദൈവത്തിന്റെ വചനം മാത്രമാ നിന്റെ ഭാവിയെ മാറ്റുന്നേ. ഹല്ലേലൂയ, നിന്നെ ഉയർച്ചയിലേക്ക് നടത്തുന്നേ. ഈ ലോകപ്രകാരമുള്ള അധ്വാനങ്ങളല്ല ദൈവത്തിന്റെ പൈതലേ. സ്തോത്രം, നമ്മുടെ സ്വന്തം അധ്വാനം കൊണ്ട് നമുക്കൊന്നും പ്രാപിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, പലപ്പോഴും നമ്മുടെ ബുദ്ധിമണ്ഡലം പറയും, ഇതാ ശരി, ഈ വഴിയിൽ കൂടെ മുമ്പോട്ട് പോകാൻ പറ്റും. എൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ട് എനിക്ക് സകല നന്മകളും പ്രാപിക്കാൻ പറ്റും. ഹല്ലേലൂയ, എന്നാൽ പരിശുദ്ധ ആത്മാവിനെ കൂടാതെ ഒരു നന്മയും നമുക്ക് പ്രാപിക്കാൻ പറ്റത്തില്ല. ദൈവ ശബ്ദമില്ലാതെ, ദൈവത്തിന്റെ ഗൈഡൻസ് ഇല്ലാതെ, ദൈവത്തിന്റെ ആലോചന ഇല്ലാതെ ഒരു ഭക്തനൊന്നും പ്രാപിക്കാൻ പറ്റത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ വഴി തെളിയിക്കുന്ന ദൈവ ശബ്ദമാ, ദൈവത്തിന്റെ ആലോചനയാ നമ്മുടെ ജീവിതത്തിൽ നന്മയായി പരിണമിക്കുന്നേ. ഹല്ലേലൂയ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എന്നാലും പത്രോസ് പറയുക, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. അത് മെയിനായിട്ടുള്ളൊരു പോയിന്റാണ് ശീമോൻ പറഞ്ഞിരിക്കുന്നത്. ശീമോൻ ഒന്ന് മനസ്സിലായി, എൻ്റെ ബുദ്ധിശക്തിക്ക് ഇവിടെ പ്രസക്തിയൊന്നുമില്ല. അവിടെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നേ. ദൈവത്തിന്റെ പൈതലേ, ശീമോൻ എപ്പോൾ ബുദ്ധി ഉണർന്നു, അല്ലെങ്കിൽ തനിക്ക് എപ്പോൾ തോന്നിയോ താൻ ചെയ്യുന്നതല്ല, വേറെ ഒരു ശരി എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ, അപ്പോൾ അവനെ ഏൽപ്പിച്ചു കൊടുക്കുകയാ. അവിടെ ഒരു ദൈവപ്രവൃത്തി യാഥാർത്ഥ്യമാകുന്നേ. സ്തോത്രം, അവിടെ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രസക്തി വെളിപ്പെടുന്നേ. ഇതുവരെ തൻ്റെ ബുദ്ധിക്കും തൻ്റെ ചിന്താ മണ്ഡലങ്ങൾക്കും തനിക്ക് ശരിയെന്ന് തോന്നിയ വിഷയങ്ങളുടെ മുമ്പിൽ ചലിച്ചുകൊണ്ടിരുന്ന പത്രോസിന്റെ ജീവിതത്തിൽ തൻ്റെ ജീവിതത്തെ ഒന്ന് തിരുത്തുവാനായി താൻ ആഗ്രഹിച്ചു. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ദൈവ ശബ്ദത്തിന് അവൻ വലയിറക്കുവാൻ ആഗ്രഹിച്ചു. ഹല്ലേലൂയ, ഇന്ന് പകൽ കഴിഞ്ഞ നാടുകളിലൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചത് ഒരുപക്ഷെ നിങ്ങളുടേതായ ബുദ്ധിമണ്ഡലം കൊണ്ട്
എല്ലാം പ്രാപിച്ചെടുക്കാവുന്ന ഒരു ഉദ്ദേശമായിരിക്കാം. ബിസിനസ്സുകളൊക്കെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്ത വ്യക്തികൾ ഇന്ന് പകൽ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നേ, അവന്റെ ശബ്ദം കേട്ട് അവന്റെ വാക്കിന് വലയിറക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അർഹിക്കാത്ത ലെവലുകളിൽ നിങ്ങളെ ഭൗതിക മണ്ഡലത്തിലും ആത്മീയ മണ്ഡലത്തിലും വളർത്തിയെടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്തുകൊണ്ട് ഈ ആഴത്തിലേക്ക് വലയിറക്കാൻ പറയുന്നേ? ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞത് സ്തോത്രം. യേശു ആഴത്തിലേക്ക് വലയൊന്ന് ഇറക്കാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്തെന്ന് ചോദിച്ചാൽ, ഈ ആഴത്തില ഇതുവരെ ഒരു വലയിലും പ്രവേശിക്കാത്ത മീൻ കിടക്കുന്നേ. സ്തോത്രം. ഹല്ലേലൂയ. പത്രോസിന്റെ വലയിൽ മാത്രം പ്രവേശിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് കൽപ്പിച്ച പെരുത്ത മീൻകൂട്ടം ഈ ആഴിയുടെ ആഴത്തില ദൈവത്തിന്റെ ആത്മാവ് സൃഷ്ടിച്ചാക്കിയിരിക്കുന്നേ. ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വാസമാവുന്ന ആഴത്തിലേക്ക് ദൈവത്തിന്റെ വചനമാവുന്ന ആഴത്തിലേക്ക് വല വീശുവാൻ കഴിയുന്നുണ്ടെങ്കിൽ മറ്റൊരു വലയിലും പ്രവേശിക്കാത്ത മറ്റൊരു വ്യക്തിയുടെ ജീവിതത്തിൽ നൽകുവാൻ ദൈവത്തിന്റെ ആത്മാവിന് കഴിയാത്ത നന്മകൾ നമ്മുടെ വലയിൽ ദൈവത്തിന്റെ ആത്മാവ് തരുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇതുവരെ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടിയില്ലെങ്കിലും ശീമോൻ പത്രോസേ, ഒരു പ്രതീക്ഷ നിന്റെ മുമ്പിലുണ്ട്, ഒരു ആശയുണ്ട്, ഒരു സാധ്യത നിന്റെ മുമ്പിലുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് പരാജയമല്ല. ദൈവത്തിന്റെ വചനം ആഴമായി വിശ്വസിച്ച് ഹല്ലേലൂയ ആഴത്തിലേക്ക് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനമാവുന്ന ആഴത്തിലേക്ക് വല വീശുവാൻ കഴിയുമെങ്കിൽ നീ ജയിച്ചവന്റെ പട്ടികയിൽ തന്നെയാ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദം കേട്ട ശീമോൻ പത്രോസ് എന്ത് ചെയ്തെന്നറിയാമോ? ആഴത്തിലേക്ക് വല വീശി അവിടെ അവനൊന്നു മനസ്സിലായി. എനിക്ക് വേണ്ടി മാത്രം കരുതിയ ചില കരുതലുകൾ, എനിക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ട ചില പ്രത്യേക സൃഷ്ടിപ്പുകൾ ഞാൻ പ്രാപിക്കുവാൻ പോകുകയാണെന്നുള്ള സത്യം ഹല്ലേലൂയ വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം ശീമോൻ അന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. കാരണം ശീമോൻ ഒന്ന് അറിയാൻ കഴിഞ്ഞു, ഇതുവരെയുള്ള അധ്വാനങ്ങൾക്ക് എന്നെ നന്മയിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞില്ല. ഇതുവരെയുള്ള എൻ്റെ പ്രതീക്ഷകൾക്കും എൻ്റെ കണക്കൂട്ടലുകൾക്കും എൻ്റെ ജീവിതത്തിൽ ഒന്നും പ്രാപിക്കുവാൻ കഴിയാതിരുന്നപ്പോൾ ഈ ദൈവ ശബ്ദം ഞാൻ അനുസരിച്ചത് കൊണ്ട് ഹല്ലേലൂയ ദൈവ ശബ്ദത്തിന് ഞാൻ വല ഇറക്കിയത് കൊണ്ട്, ദൈവ ശബ്ദം ഞാൻ അപ്പടി സ്വീകരിച്ചത് കൊണ്ട് ഇതുവരെ ഹല്ലേലൂയ എൻ്റെ കണ്ണുകൾക്ക് അത്ഭുതം കൂറുമാറ് ഇതുവരെ ഞാൻ കാണാതിരുന്ന ചില സത്യങ്ങൾ എൻ്റെ മുമ്പിൽ വെളിപ്പെട്ട് വന്നെന്നോർത്ത് ശീമോൻ ദൈവത്തോട് നന്ദിയുള്ളവനായി കാണും. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം ചില അത്ഭുതങ്ങൾ നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുമ്പോൾ നാം പോലും അത്ഭുതപ്പെട്ടു പോകുമാറ് നമ്മുടെ കണ്ണുകൾക്ക് ആശ്ചര്യമായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നതിന് വേണ്ടി ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ നമുക്ക് ആശ്ചര്യം തന്നെയാണ് ദൈവത്തിന്റെ മക്കളെ. ഹല്ലേലൂയ. ദൈവം ഒരു ഭക്തനെ നടത്തുന്ന അത്ഭുതങ്ങൾ കൂടെയൊക്കെയാണ്. പലപ്പോഴും നാം പരാജയപ്പെടുത്തുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ദൈവവചനം നമുക്കറിയാമെങ്കിലും നമ്മുടെ ആത്മാവിൽ നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നില്ല. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ദൈവത്തിന്റെ വചനം പിറകിൽ എറിഞ്ഞു കളയുന്നത് കൊണ്ടൊക്കെയാ നന്മയ്ക്ക് മുമ്പിൽ ഹല്ലേലൂയ ഒരു ചോദ്യചിഹ്നമായി നാം തീരുന്നേ. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ഈ ആഴത്തിലുള്ള സത്യങ്ങൾ ദൈവത്തിന്റെ വചനമാവുന്ന ആഴത്തിൽ നിന്ന് ചിലത് പറക്കിയെടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നമ്മുടെ ഉയർത്തുന്ന ദൈവമാ. ഹല്ലേലൂയ. തന്റെ അനുഭവ സമ്പത്തിൽ കൂടെ ഈ പത്രോസ് തന്നെ ലേഖനം എഴുതുമ്പോൾ താൻ വിളിച്ചു പറയുക കരുതുന്ന ദൈവമാ. സ്തോത്രം. അതുകൊണ്ട് ചിന്താകുലം വേണ്ട. കഴിഞ്ഞ നാളുകളിലൊക്കെ പലതിനെ ചൊല്ലി ഭാരപ്പെട്ടില്ലേ? എന്നാൽ ഒന്നും പ്രാപിക്കാതിരുന്ന രാത്രികൾ നമ്മുടെ മുമ്പിലില്ലേ? ഒന്നും പ്രാപിക്കാതിരുന്ന സാഹചര്യങ്ങൾക്കൊക്കെ നാം സാക്ഷിയായി തീർന്നില്ലേ? എന്നാൽ സ്തോത്രം ആഴങ്ങളിലേക്കൊന്ന് ഇറക്കുവാൻ ദൈവത്തിന്റെ വചനമാവുന്ന ആഴങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെന്ന് ഒന്ന് വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ പുതിയത് ചിലത് നമ്മുടെ കൺമുമ്പിൽ കാണാൻ പോകുന്നു. ഹല്ലേലൂയ. അതുമാത്രമല്ല, നമ്മെ നിന്ദിച്ച പരിഹസിച്ച ചിലരുടെ മുമ്പിൽ, ചുറ്റുപാടുകളുടെ മുമ്പിൽ, സമൂഹത്തിന്റെ മുമ്പിൽ, ചാർച്ചക്കാരുടെ ഒക്കെ മുമ്പിൽ തല ഉയർത്തക്ക രീതിയിൽ രണ്ടു പടകുകളും വന്ന് സഹായിക്കത്തക്ക രീതിയിലാണ് ദൈവപ്രവൃത്തി അവിടെ വെളിപ്പെട്ടെന്ന് ഹല്ലേലൂയ 6-ാം അധ്യായത്തിൽ ലൂക്കോസ് എഴുതി ചേർത്തിരിക്കുന്നേ. ലൂക്കോസ് 6-ാം അധ്യായത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നേ നമ്മളെ പരാജയപ്പെടുത്തുന്ന ദൈവമല്ല. സ്തോത്രം. ഒരിക്കലും നമ്മളെ അവന്റെ സ്ഥലം നമ്മൾ അടുത്തു വന്നാൽ നമ്മളെ അവൻ ലജ്ജിപ്പിക്കത്തില്ല കേട്ടോ. ഹല്ലേലൂയ. ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഈ ശീമോൻ പത്രോസിനെ പറ്റി ലൂക്കോസ് പരിചയപ്പെടുത്തുന്നെങ്കിലും തന്റെ സ്വന്തം അനുഭവ സമ്പത്ത് ആത്മാവിൽ എഴുതി ചേർത്ത പത്രോസ് തന്റെ ലേഖനത്തിൽ കൂടെ പറയുക, എന്റെ ജീവിത അനുഭവമാ ഇവിടെ ഞാൻ എഴുതാൻ പോകുന്നത്. ഹല്ലേലൂയ. ഈ ക്രിസ്തുവിനെ അംഗീകരിച്ചതിന് ശേഷം, ഈ യേശുവിനെ എന്റെ ജീവിതത്തിൽ ഏറ്റെടുത്തതിന് ശേഷം ഞാൻ പരാജയപ്പെട്ട വ്യക്തിയല്ല. ഹല്ലേലൂയ. പരാജയപ്പെടുമെന്നൊക്കെ തോന്നുന്ന അനുഭവത്തിലും ഹല്ലേലൂയ
ഞാൻ അടുത്ത നിമിഷം പരാജയപ്പെട്ടു പോകുന്നൊക്കെ പലരും നമ്മളെ നോക്കി പറഞ്ഞാലും തക്ക സമയത്ത് അവൻ ഉയർത്തുന്നേ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ ഭക്തന്മാരെ വിളിച്ചു വേർതിരിച്ചല്ലേ. ഹല്ലേലൂയ. നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാ കർത്താവിന്. എന്നാൽ നാം പലപ്പോഴും ലജ്ജിച്ചു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ദൈവത്തിന്റെ വചനം ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ്. എന്നാൽ തന്റെ ജീവിത അനുഭവത്തിൽ പത്രോസ് പറയുക, ഈ ദൈവത്തെ യഥാർത്ഥമായി പിൻപറ്റിയാൽ നമ്മൾ ലജ്ജിച്ചു പോകത്തില്ല. ആമേൻ. ഇത് വായിക്കുന്ന, ഇത് കേൾക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിൽ ആമേൻ ഇത് തൻ്റെ ജീവിത അനുഭവം ആയി തീരണമെന്ന് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. ഇതുവരെ അധ്വാനിച്ചതൊക്കെ വ്യർത്ഥമായി തീർന്നാലും ഈ ദൈവത്തിൻ്റെ വചനത്തിന് എന്നെ പണിതെടുക്കുവാൻ കഴിയും. ഒരു നന്മ എൻ്റെ ജീവിതത്തിൽ തരുവാൻ കഴിയും. കർത്താവിൻ്റെ വരവ് വരെ ഈ ലോകത്തിൽ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നേ. ആമേൻ. ലോകത്തിലെ നന്മകൾ മാത്രമല്ല, ഉയരത്തിലെ ചില ആത്മീയ നന്മകൾ കൂടെ പ്രാപിക്കാനാ. സ്തോത്രം. എന്നാൽ പലപ്പോഴും ഈ ലോകത്തിലെ ചില നന്മകൾക്ക് വേണ്ടി നമ്മൾ ഓടിയാൽ നമ്മുടെ പരിശ്രമങ്ങളൊക്കെ വ്യർത്ഥമായി തീരും. സ്തോത്രം. എന്നാൽ സ്വർഗരാജ്യത്തെ പറ്റിയുള്ള ദർശനങ്ങൾ പ്രാപിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മുടെ ആത്മീയ മനുഷ്യൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ലോകത്തിലെ നന്മകളെല്ലാം ദൈവം നമുക്ക് നൽകിത്തരും. ആമേൻ. ആമേൻ. നമുക്കറിയാമല്ലോ, യേശുവിനെ അനുഗമിച്ച ശീമോന്റെ ജീവിതത്തിൽ പിന്നീട് ആമേൻ പരാജയമല്ല ഉണ്ടായത്. ആമേൻ. യേശുവിൻ്റെ വാക്കിന് വലയിറക്കിയ ആമേൻ പത്രോസിൻ്റെ ജീവിതത്തിൽ പിന്നെ ഒരിക്കലും അവൻ പരാജയപ്പെട്ടു പോയ അനുഭവമല്ല വേദോസ്തം പഠിപ്പിക്കുന്നേ. ഹല്ലേലൂയ. ആമേൻ. അവനെ ദൈവം പടിപടിയായി ഉയർത്തി. ആമേൻ. യേശുവിനോട് കൂടെ നടക്കുവാൻ നല്ല ശിഷ്യത്വം അംഗീകരിച്ച് അവനെ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി ഉപയോഗിക്കപ്പെട്ട നല്ലൊരു ഭക്തനായി നിൽക്കുവാൻ പത്രോസിനെ ദൈവം ഉപയോഗിച്ചു. ഹല്ലേലൂയ. ഈ പത്രോസിൻ്റെ ലേഖനങ്ങൾ 1-2 നിങ്ങൾ വായിച്ചു നോക്കണം. വളരെ മർമ്മപ്രധാനമായ അനേക കാര്യങ്ങൾ പത്രോസ് ഈ 2 ലേഖനങ്ങളിൽ കൂടെ ആമേൻ നമ്മളോട് പല കാര്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. യേശുവിനോട് കൂടെ നടന്നതുകൊണ്ട് പത്രോസിൻ്റെ പരിശ്രമങ്ങൾ എല്ലാം ജയമായി തീർന്നു. ആമേൻ. നമ്മുടെ പരിശ്രമങ്ങൾ ജയമായി തീരണമെങ്കിൽ, നമ്മൾ ജയിക്കുന്നവരായി തീരണമെങ്കിൽ യേശുവിനോട് കൂടെ നടക്കണം. അവൻ്റെ വചനം നമ്മൾ അംഗീകരിക്കണം. ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയണം. ദൈവശക്തി ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മൾ അനുഭവിച്ചറിയുന്നവരാകണം. ആമേൻ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നവരാകണം. അനുനിമിഷം അവൻ്റെ രക്തത്താൽ നമ്മൾ കഴുകൽപ്പെട്ടവരായി തീരുവാൻ ആമേൻ നമുക്ക് വാഞ്ചയുണ്ടെങ്കിൽ നാം പരാജയപ്പെട്ടു പോകത്തില്ല. സ്തോത്രം. കാരണം ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നേ, അവനെ അനുഗമിച്ച ആരും ലജ്ജിച്ചു പോയിട്ടില്ല. അവൻ്റെ സന്നിധിയിൽ അവൻ നേരോടെ നടന്നവരാരും തോറ്റു പോയിട്ടില്ല. സ്തോത്രം. അവൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടവരാരും ലജ്ജിച്ചു പോയിട്ടില്ല. ദൈവത്തിൻ്റെ ശബ്ദം അവൻ അംഗീകരിക്കുന്ന ഒരു ഭക്തനാണോ താങ്കളെങ്കിൽ തീർച്ചയായും ആ ദൈവം നിങ്ങളെ മാനിക്കും. അതുകൊണ്ട് അവൻ ഇതുവരെ പ്രയാസങ്ങൾ മാത്രമാണ് നിങ്ങൾ അനുഭവിച്ചതെങ്കിൽ നിങ്ങളുടെ ഭാവിയെ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളെ നന്മയിലേക്ക് നടത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അവൻ അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ആമേൻ വായിക്കുക മാത്രമല്ല, നമ്മുടെ ആത്മമണ്ഡലത്തിൽ സംഗ്രഹിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. വചനം കേട്ട എല്ലാവർക്കുമായി ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. പരിശുദ്ധ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം. നല്ല ആലോചനകൾക്കായി സ്തോത്രം. ഇതുമൂലം ഞങ്ങൾ ജീവിക്കുവാൻ സ്വർഗ്ഗവിടിയാക്കണമേ. കർത്താവിൻ്റെ വചനം മാത്രമാണ് ഞങ്ങൾ ജീവിപ്പിക്കുന്നത്. നിന്റെ ആശ്വാസമേറിയ വചനങ്ങൾ മാത്രമാണ് ദുഷ്ടലോകത്തെ ഞങ്ങളെ നിലനിർത്തുന്നത്. ഈ വചനം കേട്ട് എല്ലാവരും അനുഗ്രഹിക്കണമേ. രോഗികളായി ഭാരപ്പെടുന്നവർ ഇന്ന് പകൽ വചനം കേട്ടല്ലവരെ സ്വതന്ത്രരാക്കണമേ കർത്താവേ. ആമേൻ. പല വിഷയങ്ങളിൽ, പല ഭാരങ്ങളിൽ, പല കടഭാരങ്ങളിൽ, ബിസിനസ്സിൻ്റെ നഷ്ടത്തിലൊക്കെ അകപ്പെട്ടവർ ഇന്ന് പകൽ വചനം കേട്ടൽ അവരെല്ലാം നിന്ന് പണിതെടുക്കണമേ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് നന്മ പ്രാപിക്കുവാൻ ശീമോൻ നന്മ കണ്ടെത്തിയതുപോലെ ആഴത്തിലേക്ക് വല വീശിയപ്പോൾ പെരുത്ത മീൻകൂട്ടം വലയിൽ അകപ്പെട്ടതുപോലെ പുതിയ നന്മകൾ ഈ കുടുംബങ്ങൾക്ക് നൽകണമേ. ഈ വ്യക്തി ജീവിതങ്ങൾക്ക് ഒരു നിറവ് നൽകണമേ. ശൂന്യതകളെ പണിതെടുക്കണമേ. ദൈവ സാന്നിധ്യം ജീവിതത്തിൽ വെളിപ്പെട്ട് വരട്ടെ കർത്താവേ. എല്ലാ നന്മകളും ഒരുക്കണമേ. പല വിഷയങ്ങളുടെ മുമ്പിൽ പതർന്നു നിൽക്കുന്ന മക്കളെ ദൈവത്തിൻ്റെ ആത്മ മനസ്സരിഞ്ഞ് ഇവരോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ട വചനങ്ങൾ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ, നന്മയായി തീരുവാൻ സ്വർഗ്ഗവിടെയാക്കണം. സകല നന്മകൾ ഒരുക്കണം. ആത്മാവിനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. സകല യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഇന്ന് കേട്ട വചനങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കണം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും. അടുത്ത ആഴ്ച കാണുവോളം ദൈവത്തിൻ്റെ സാന്നിധ്യത്താൽ ദൈവം നമ്മളെ നിറയ്ക്കുക, അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ വചനം നിങ്ങളെ വളരെ അനുഗ്രഹമായി ദൈവാത്മാങ്ങൾ വചനത്തിലൂടെ തൊട്ട് നിങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ എഴുതി അറിയിക്കുക. അല്ലെങ്കിൽ ഈ നമ്പറുകളിൽ വിളിച്ച് ഞങ്ങളെ അറിയിക്കുക. ജിമെയിലിൽ കൂടെയും ഞങ്ങളെ അറിയിക്കാനുള്ള അവസരമുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥനയോടുകൂടെ കാത്തിരിക്കുന്ന ഈ മക്കളെ ദൈവങ്ങൾ എന്നും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ മേൽവിലാസം സയോൺ ഫയർ മിനിസ്ട്രി, കോളേജ് റോഡ്, പത്തനംതിട്ട, നമ്പർ 964510
2121 9387948179. ഞങ്ങളുടെ ജിമെയിൽ firegardenpta@gmail.com.